ഓക്കെ, നമ്മളുടെ മൊഡ്യൂൾ 2-ൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ് RLC സർക്യൂട്ട്സ്. നമ്മൾ ടൈം ഡൊമൈൻ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ ഇവിടെ ഓരോ സർക്യൂട്ടിൻ്റെയും റെസ്പോൺസിനെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ചെയ്യുന്നത്. ഈ ടൈം ഡൊമൈൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സർക്യൂട്ടിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഐഡിയലി നമുക്ക് എന്താണ് ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ സർക്യൂട്ടിൻ്റെ റെസ്പോൺസ്. അത് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജോ ഒരു കറണ്ടോ എന്തെങ്കിലും ആവാം. അപ്പോൾ എപ്പോഴാണ് ഈ റെസ്പോൺസിന് ചേഞ്ച് വരുന്നത്? അപ്പോൾ ഒരു എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഒക്കെ നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഓക്കെ, അതേമാതിരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ സോഴ്സോ അതായത് ഇൻപുട്ടോ മറ്റു കാര്യങ്ങളിലോ ടൈമിന് അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ റെസ്പോൺസ് അതായത് കറണ്ട് ഓർ വോൾട്ടേജ് will change from one state to another state. Okay, എന്താണ് പറഞ്ഞത്? Whenever a network containing energy storage elements such as inductor or capacitor is switched from one condition to another, either by change in applied source or change in network elements, then the response current and voltage change from one state to another. അല്ലേ, നമുക്ക് ഇൻപുട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലെ ഏതെങ്കിലും എലമെൻസിനോ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിനോ മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഏതൊരു ടൈമിലാണോ ഞാൻ ആ റെസ്പോൺസിന് ചേഞ്ച് വരുത്തുന്നത്, ദാറ്റ് ഈസ് t=0 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റിലാണ് ഞാനതിന് ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിന് മുന്നുള്ള ടൈമിനെ t=0- എന്നും ഈ ചേഞ്ച് വരുത്തിയതിന് ശേഷമുള്ളതിനെ t=0+ എന്നും. അപ്പോൾ മുന്നുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -∞ മുതൽ ഈ -0 വരെയിലേക്കും വരാം. അതേമാതിരി നമ്മൾ സർക്യൂട്ടിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 0+ മുതൽ ടൈം ഈസ് ഇൻഫിനിറ്റി വരെയുള്ള ടൈമിലോട്ട് നമുക്ക് റെസ്പോൺസ് ഉണ്ടായിരിക്കും സർക്യൂട്ടിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഈ റെസ്പോൺസിനെ സർക്യൂട്ട് റെസ്പോൺസിനെ നമ്മൾ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്നും അതേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആൻഡ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് റെസ്പോൺസ് എന്നും. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയാം. അതിന് മുന്നേ ട്രാൻസിയൻറ്റ് പീരീഡ് എന്താണെന്ന് നോക്കാം. ദ ടൈം ടേക്കൺ ടു ചേഞ്ച് ഫ്രം എൻ ഇനീഷ്യൽ സ്റ്റഡി സ്റ്റേറ്റ് ടു എ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ട്രാൻസിയൻറ്റ് പീരീഡ്. The time taken to change from an initial steady state to a final steady state is known as transient period. അപ്പോൾ നമ്മളൊരു t=0 മുന്നേ ഒരു സ്റ്റഡി ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ t=0 നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നു. ആ ചേഞ്ചസ് വന്ന ചേഞ്ച് വീണ്ടും സ്റ്റഡി ആകണം. അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ആ സ്റ്റഡി ആകുന്നവരെ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് പീരീഡ്. ആ ട്രാൻസിയൻറ്റ് പീരീഡിലുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എപ്പോഴാണോ നമ്മുടെ നെറ്റ്വർക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റഡി വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്, ദാറ്റ് ഫൈനൽ സ്റ്റഡി വാല്യൂ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. t=5 സെക്കൻഡിലാവാം, 10 സെക്കൻഡിലാവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ ആവാം. ഏത് സമയത്താണോ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നത് ആ സമയത്തെ റെസ്പോൺസിന് നമ്മൾ എന്ത് പറയും? സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ രാവിഷാർ സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചാപ്റ്റർ 6 നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പറയുന്നതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്താണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ്, എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ വി വിൽ ഗോ ടു ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ നെറ്റ്വർക്ക്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ മുന്നേ ഉണ്ടായിരുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന മിക്ക വോൾട്ടേജ്, അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഐദർ വോൾട്ടേജ് ഓർ കറണ്ട്. ഓക്കെ, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുകയുണ്ടായിരിക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വി നീഡ് ടു സോൾവ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ആർബിട്രറി കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
to determine these arbitrary constants of when we solving the differential equation, we get some arbitrary constant. To determine these arbitrary constants, we use initial condition. Okay, and it also helps us to know the behavior of elements at the instant of switching. നമ്മൾ സ്വിച്ചിങ് ചെയ്യുന്ന സമയത്തുള്ള എലമെൻസിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും ഈ ടൈം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്വിച്ചിങ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് സൈനാണ് നമ്മളതിന് യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടീഷൻ നമുക്ക് ഉണ്ട്, ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ട്. അപ്പോൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വി ആർ സ്വിച്ചിങ് സം എലമെൻറ്റ്. അതിന് മുന്നുള്ള സമയത്ത് നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് എന്നും, അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ടി ഈക്വൽ ടു 0 പ്ലസ് എന്നും പറയും. അപ്പോൾ സ്വിച്ചിങ്ങിന് മുന്നുള്ള ടൈമിൽ നമുക്ക് വോൾട്ടേജിനെ വി ഓഫ് 0 മൈനസ്, സാധാരണ അതിൽ കപ്പാസിറ്ററിനാണ് നമ്മൾ വോൾട്ടേജ് പറയുക. അതിപ്പോൾ വി ഓഫ് 0 മൈനസ് എന്നും ഐ ഓഫ് 0 മൈനസ് എന്നും ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ പറയും. ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിൽ വി ഓഫ് 0 പ്ലസ് എന്ന് പറയാം. അതേമാതിരി ഐ ഓഫ് 0 പ്ലസ് എന്ന് നമുക്ക് പറയാം സ്വിച്ചിങ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്. ദെൻ ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ സംടൈംസ് കണ്ടീഷൻ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഈസ് യൂസ്ഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്. ആ സമയത്ത് നമ്മൾ എന്ത് പറയും, ഫൈനൽ കണ്ടീഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡിവൈഡ് ദ ടൈം പീരീഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് വരെ, ജസ്റ്റ് ബിഫോർ സ്വിച്ചിങ്ങിന്. ഓക്കെ, ജസ്റ്റ് ബിഫോർ സ്വിച്ചിങ്. സിമിലർലി രണ്ടാമത്തെ ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ചിങ് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്. നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു, ഞാൻ എന്താ ഇപ്പോൾ സംസാരിച്ച് ക്ലാസ് തുടങ്ങി, അപ്പോൾ പ്ലസ് ആയി. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ലാണ്. ക്ലാസ്സിന് മുന്നുള്ള സമയം മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 മൈനസ് വരെ. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ സ്വിച്ചിങ്. ദെൻ ആഫ്റ്റർ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 0 ആവാം, അത് ഇൻഫിനിറ്റി വരെ ആവാം, എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകാം. ഓക്കെ, ദെൻ വി വിൽ ലുക്ക് ഇൻ ടു ദ initial conditions of different elements. First one, initial conditions of resistor R. Okay, we have a resistor. അപ്പോൾ I is equal to T is equal to 0ൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും. ദെൻ T is equal to 0 മൈനസിലും വാല്യൂ R തന്നെ ആയിരിക്കും. T is equal to 0 പ്ലസ് ആയാലും വാല്യൂ R തന്നെ ആയിരിക്കും. റെസിസ്റ്റൻസിന് ഒരു മാറ്റമില്ല. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓഫ് ടി ഇൻറ്റു വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ റിലേറ്റഡ് ബൈ ദിസ് റിലേഷൻ. ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ വിൽ ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അല്ലേ, വോൾട്ടേജ് മാറിക്കഴിഞ്ഞാൽ ദ കറണ്ട് വിൽ ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. സിമിലർലി വോൾട്ടേജ് വിൽ ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇഫ് ദ കറണ്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അപ്പോൾ റെസിസ്റ്ററിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ദെൻ നമുക്ക് ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഇൻഡക്ടർ ഉണ്ട്, അത് കൂടെ അതിൻ്റെ വാല്യൂ L ആണ്. ആൻഡ് ഐ ഓഫ് ടി ഈസ് ദ കറണ്ട് ഓഫ് പാസിങ് ത്രൂ ദ ഇൻഡക്ടർ. ആൻഡ് വി ഓഫ് ടി അല്ലെങ്കിൽ വി എൽ ഓഫ് ടി എന്ന് എഴുതാം. ദറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓക്കെ, then voltage across inductor V of t can be written as that inductance into rate of change of current. Okay, di by dt. Then അപ്പോൾ നമുക്ക് പറയാം voltage across the inductor is proportional to the rate of change of current. അല്ലേ, voltage across inductor proportional to എന്തിനാണ്, rate of change of current. rate of change of കറണ്ട്. ഇനി നമുക്ക് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, അതായത് ഈ ഇൻഡക്ടറിൻ്റെ കറണ്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഡക്ടർ കൂടെ ഒരു 5 ആംപിയർ എന്ന് പറഞ്ഞൊരു കറണ്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ തന്നെ, അതായത് ആ 0 എന്ന് പറയുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരിക്കലും ആ 5 ആംപിയറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് 0 ആക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഒരു കറണ്ട് ഇൻഡക്ടർ കൂടെ പോകുന്നുണ്ട്. ഓക്കെ,
ദെൻ ആ കറണ്ട് അപ്പം തന്നെ നമുക്ക് സീറോ ആക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ സീറോ ആക്കാൻ പോസിബിൾ അല്ല, നമുക്ക് ഗ്രാജുവലി ആണ് അത് സീറോ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡക്ടർ ഡസ് നോട്ട് അലൗ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദ കറണ്ട് ത്രൂ ഇറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻഡക്ടർ ഡസ് നോട്ട് ഡസ് നോട്ട് അലൗ സഡൻ ചേഞ്ച് അല്ലെങ്കിൽ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദ കറണ്ട് ത്രൂ ഇറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് ത്രൂ ഇറ്റ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ചേഞ്ച് ദ കറണ്ട് ത്രൂ ഇൻഡക്ടർ ബൈ എ ഫൈനൈറ്റ് എമൗണ്ട് ഇൻ സീറോ ടൈം. ദിസ് റിക്വയർസ് ആൻ ഇൻഫിനിറ്റ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. അത് എപ്പോഴാണ് പോസിബിൾ ആവുക? ഇൻഡക്ടറിനെ അക്രോസ് നമ്മളൊരു ഇൻഫിനിറ്റ് വോൾട്ട് കൊടുത്താൽ മാത്രമേ ഇൻഡക്ടർ കറണ്ട് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ സീറോ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഫോർ ഇൻഡക്ടർ കറണ്ട്, ഇപ്പോൾ നമ്മൾ ഐ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എഴുതണം. ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ടിൻ്റെ 1/L ഇൻറ്റഗ്രൽ 0 to t, അതിനെ ക്രോസുള്ള വോൾട്ടേജ് വി ഓഫ് ടി ടി പ്ലസ് ഐ ഓഫ് സീറോ. ദിസ് ഐ ഓഫ് സീറോ ടൈം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. എന്താണ്? നമ്മൾ ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഇനീഷ്യൽ കറണ്ട് വേർ ഐ ഓഫ് സീറോ, അതിന് പറയുന്ന പേരാണ് ഇനീഷ്യൽ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഇനീഷ്യൽ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. എപ്പോഴൊക്കെയാണ് ഇനീഷ്യൽ കറണ്ട് ഉണ്ടാവുക, എപ്പോഴൊക്കെയാണ് ഇനീഷ്യൽ കറണ്ട് ഉണ്ടാവാതിരിക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഇൻഡക്ടർ ഉണ്ട്. ഓക്കെ, ഒരു ഇൻഡക്ടർ, അതിൻ്റെ വാല്യൂ എൽ ഉണ്ട്. അത് കൂടെ പോകുന്ന കറണ്ടാണ് ഐ എൽ. ഓക്കെ, ഐ എൽ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 0 അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ത് സംഭവിക്കുന്നു? നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ. നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ എന്നുള്ളതിന് സിമ്പിളായിട്ട് അല്ലെന്ന് എഴുതി. ഇൻഡക്ടർ കൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല നമ്മൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഇൻഡക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ടർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഇൻഡക്ടർ കൂടെയുള്ള കറണ്ട് പെട്ടെന്ന് മാറ്റം വരാൻ പാടില്ല. അപ്പോൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ എന്ത് കറണ്ടാണോ ഇൻഡക്ടർ ഉണ്ടായിരുന്നത് ആ കറണ്ട് തന്നെയായിരിക്കും സ്വിച്ച് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുക. അപ്പോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നോ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ. സോ ദ ഇൻഡക്ടർ, ഇവിടെ നമുക്ക് ഇൻഡക്ടർ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്, ആ ഇൻഡക്ടറിനെ റീപ്ലേസ് ചെയ്യുക. സർക്യൂട്ട് എന്ത് മാറ്റി? നമ്മൾ കണ്ടീഷൻ മാറ്റി. ടി ഈസ് ഈക്വൽ ടു 0 കണ്ടീഷനിലെത്തുമ്പോൾ ഇൻഡക്ടർ എന്താക്കി മാറ്റും? ഒരു ഓപ്പൺ സർക്യൂട്ടാക്കി മാറ്റും. കാരണം എന്താ? ഇൻഡക്ടർ കറണ്ട് ഐ എൽ ഓഫ് 0 ഈക്വൽ ടു ഐ എൽ ഓഫ് 0 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഐ എൽ ഓഫ് 0 അല്ലെങ്കിൽ I0 എന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി സപ്പോസ് വി ഹാവ് ആൻ ഇൻഡക്ടർ ആൻഡ് കറണ്ട്, നമുക്കതിന് I0 ഫ്ലോ ചെയ്യുന്നുണ്ട്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എ കറണ്ട് I0 flowing through the inductor. Okay, t is equal to 0 -ൽ I0 എന്ന് പറയുന്ന ഒരു കറണ്ട് is flowing through the inductor. Then the inductor can be regarded as a current source at t is equal to 0 time. at t is equal to 0 എന്തായി? ഇൻഡക്ടർ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ഒരു കറണ്ട് അവിടെ ഇനീഷ്യൽ കറണ്ട് ഉണ്ട്. ആ ഇനീഷ്യൽ കറണ്ട് തരുന്ന I0 എന്ന് പറയുന്ന ഇനീഷ്യൽ കറണ്ട് തരുന്ന ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് നമ്മൾ ഇൻഡക്ടറിനെ റീപ്ലേസ് ചെയ്യും അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ഇനി ഈ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇനീഷ്യൽ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ടും, ഇനീഷ്യൽ കറണ്ട് ഉണ്ടെങ്കിൽ ഇൻഡക്ടറിനൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്യും അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 I0 ആംപിയർ ആണ് അതിൻ്റെ സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എത്തുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇനീഷ്യലി ഒരു കറണ്ട് ഉണ്ട്, I0 ഉണ്ട്. ഓക്കെ, IL0 - is equal to I0 at t is equal to infinity. The inductor can be drawn as നമുക്കൊരു കറണ്ട് സോഴ്സും അതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ടും ആയിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ദിസ് വിൽ ബി ദ ഇക്വലൻറ്റ് സർക്യൂട്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഡക്ടറിൻ്റെ. അപ്പോൾ ഇൻഡക്ടറിൽ ഇത്രയും ഓർത്താൽ മതി. ടി ഈസ് ഈക്വൽ ടു 0 ഇൻഡക്ടർ കൂടെ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡക്ടർ ഒരു ഓപ്പൺ സർക്യൂട്ടായും, മുന്നേ ഇൻഡക്ടർ കൂടെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇൻഡക്ടർ കൂടെ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്തതിന് ശേഷം ഇൻഡക്ടർ ഒരു കറണ്ട് സോഴ്സുമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ
we'll go to the capacitor. Initial condition for capacitor. Initial condition for capacitor. First, we should know the expression for current through the capacitor. I of t is equal to rate of change of voltage with respect to time. Okay. നമുക്ക് എഴുതാം current through the capacitor is proportional to the rate of change of voltage. Current through capacitor C is proportional to rate of change of voltage. Then നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്ടർ എന്ന് പറയുന്നത് ആ ഒരു സഡൻ ചേഞ്ച് ഇൻ കറണ്ട് അതിൽ അലൗ ചെയ്യില്ല. അതുപോലെ തന്നെ എ കപ്പാസിറ്റർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കപ്പാസിറ്റർ ഡസ് നോട്ട് അലൗ അബ്രപ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. Okay, that means it is impossible to change the voltage across a capacitor by finite amount in zero time. നമ്മൾ സീറോ ടൈമിൽ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് സീറോ ആക്കി മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റും ഇപ്പോൾ കപ്പാസിറ്റർ കൂടെ ഇൻഫിനിറ്റ് കറണ്ട് കടത്തിവിടാണെങ്കിൽ മാത്രം. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 1/c ഇൻ്റഗ്രൽ 0 to t I of t dt plus initial condition, initial voltage across the capacitor, that V naught time, this time is called initial voltage across the capacitor. Okay. അപ്പോൾ നമുക്ക് നേരത്തെ ഇൻഡക്ടറിൻ്റെ പറഞ്ഞ മാതിരി തന്നെ കണ്ടീഷൻസ് നമുക്ക് പറയാം. കപ്പാസിറ്ററിൽ ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടാവാത്തൊരു കണ്ടീഷൻ t is equal to 0 minus. Okay. If there is no initial voltage across the capacitor, ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വോൾട്ടേജ് വി ഓഫ് 0 മൈനസ് ഈക്വൽ ടു 0, വി സി ഓഫ് 0 മൈനസ്, അതായത് ഇനീഷ്യൽ വോൾട്ടേജ് കപ്പാസിറ്ററിൻ്റെ അതാണ് വി സി ഓഫ് 0 മൈനസ് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അറ്റ് ടി ഈക്വൽ ടു 0 പ്ലസ് the capacitor will act as ഇൻഡക്ടർ എന്തായിരുന്നു? ഷോർട്ട് സർക്യൂട്ട് ആണ്. അപ്പോൾ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആണ്. കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിൽ ഇനീഷ്യൽ വോൾട്ടേജ് വി സി ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. ദെൻ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസിലെത്തിയപ്പോൾ അതെന്തായി? അതൊരു ഷോർട്ട് സർക്യൂട്ടായി. കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറി. ഓക്കെ. ദെൻ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ കപ്പാസിറ്ററിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് വി സി ഓഫ് 0 മൈനസ് അതിനൊരു വാല്യൂ ഉണ്ട്, വി നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എന്തായി? ടി ഈസ് ഈക്വൽ ടു 0 പ്ലസിലെത്തുമ്പോൾ അവിടെ വോൾട്ടേജ് എന്തുണ്ടായിരിക്കും? ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് നമുക്ക് പെട്ടെന്ന് 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് സോഴ്സ്. ഇത് ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ ഒരു വി ഒ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസിലെത്തുമ്പോൾ ദാറ്റ് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് സോഴ്സ്, പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് വി ഒ. ഓക്കെ. അപ്പോൾ capacitor can be regarded as a voltage source of VO volt at t is equal to 0 plus. Okay. Then infinity വരാണെങ്കിൽ when t is equal to infinity നമുക്ക് capacitor plus minus VO, then നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ. ഇങ്ങനെ വരും കപ്പാസിറ്ററിൻ്റെ കണ്ടീഷൻസ്, ഇനീഷ്യൽ കണ്ടീഷൻസ്. നൗ we'll analyze the response of RL series circuit. Okay. RL സർക്യൂട്ട്, ആർ സി സർക്യൂട്ട്, ആർ എൽ സി സർക്യൂട്ട്, ഇവർ മൂന്ന് പേരുടെയും എന്ത് ഡി സി റെസ്പോൺസ് നമ്മൾ ഡിറൈവ് ചെയ്യണം. അതൊരു 5 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അനാലിസിസ് ഓഫ് ആർ എൽ സീരീസ് സർക്യൂട്ട്. നമ്മുടെ രവിശാർ സിംഗിൻ്റെ ചാപ്റ്റർ 6.27. ഓക്കെ.
Okay, now we have an RL circuit consisting resistance R and inductance L. Let I of t is the current flowing through the circuit, and we have a switch S. Okay, now the circuit, the switch is closed. First point, switch is closed. Close when t is equal to 0. The inductor, അടുത്ത പോയിന്റ് നോക്കേണ്ടത് ഇൻഡക്ടർ എന്താണ്, ഇനീഷ്യലി ചാർജ് ഒന്നുമില്ല, കറണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇനീഷ്യൽ ഇൻഡക്ടർ കറണ്ട് ഐ നോട്ട് ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇൻഡക്ടർ ഇൻ ദ സർക്യൂട്ട് ഈസ് ഇനീഷ്യലി അൺഎനർജൈസ്ഡ്. ഇൻഡക്ടർ is initially unenergized. Okay, then at t greater than 0, t equal to 0 നമ്മൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ t is equal to 0, now the switch S is closed. Circuit will be like this. t is equal to 0 സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ സമയത്ത് KVL എഴുതാം. അപ്ലൈ KVL. ആകെ 3 വോൾട്ടേജസ് ആണുള്ളത്. ഇൻപുട്ട് വോൾട്ടേജ് V മൈനസ് I into R minus L into di by dt equal to 0. അല്ലെ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ L into di by dt, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് I into R equal to 0. ഇത് നമുക്ക് എന്താണ്, ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ. ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് ഇഫ് ദ വേരിയബിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. V മൈനസ് I into R equal to L into di by dt. ഓക്കെ, then L into di, ഇതൊന്നും നമുക്ക് എഴുതാം. ഈ L into di ഒരു സൈഡിൽ നിർത്തി, ഈക്വൽ ടു V മൈനസ് I R into dt അപ്പുറത്തോട്ട് പോയി. ഓക്കെ, then L into di by V മൈനസ് I R ഈക്വൽ ടു dt എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടുന്നത് ഒരു 1/x ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ്. ആ ഒരു ഡി ഐ ബൈ വി മൈനസ് ഐ ആർ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. എൽ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇൻ്റഗ്രേറ്റിംഗ് വാട്ട് വി വിൽ ഗെറ്റ് ഡി ഐ ബൈ വി മൈനസ് ഐ ആർ. അതിന് നമുക്ക് എൽ ഇൻറ്റു ലോഗരിതം ഓഫ് വി മൈനസ് ഐ ആർ ഡിവൈഡഡ് ബൈ ഐൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു, മൈനസ് ആർ, ഈക്വൽ ടു ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വിൽ ഗെറ്റ് ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വിൽ ഗെറ്റ് ടി, ദെൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ് കെ. അപ്പോൾ നമുക്കൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് എൽ ബൈ ആർ ഇൻറ്റു ലോഗരിതം ഓഫ് വി മൈനസ് ഐ ആർ ഈക്വൽ ടു ടി പ്ലസ് കെ. ദാറ്റ് വിൽ ബി അവർ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് എൽ എൻ എന്ന് പറയുന്നത് എൽ എൻ ഡിനോട്ട്സ് ലോഗരിതം ഓഫ് ബേസ് ഇ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ആർബിറ്ററി കോൺസ്റ്റൻറ്റ്. ദെൻ ദിസ് കെ ക്യാൻ ബി ഇവാലുവേറ്റഡ് ഫ്രം ഇനീഷ്യൽ കണ്ടീഷൻ. അല്ലേ, ആർബിറ്ററി കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റഡ് ഫ്രം initial condition. We have a resistance here. അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. അതിന് റെസിസ്റ്ററിനെ നമുക്ക് മാറ്റുന്നില്ല, ഇൻഡക്ടർ ഉണ്ട്. പിന്നെ ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ കറണ്ട് 0 ആണ്. അപ്പോൾ ഐ ഈസ് ഓൾസോ 0. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ഐ ഈസ് ഈക്വൽ ടു ഓൾസോ 0. ഓക്കെ, അത് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇൻഡക്ടർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. That is again 0. Okay, അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യൽ കണ്ടീഷൻസ് apply into equation 1. Applying this initial condition into equation 1, we will get in equation 1 എന്തായിരുന്നു, മൈനസ് എൽ ബൈ ആർ. അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, നാച്ചുറൽ ലോഗരിതം ഓഫ് വി മൈനസ് ഐ ആർ. അപ്പോൾ വി മാത്രമാവും, ഐ 0 ആയതുകൊണ്ട് ഐ ആർ ടൈം ക്യാൻസൽ ആവും, ഈക്വൽ ടു ടി പ്ലസ് കെ. ടി ഈസ് ഓൾസോ 0, അപ്പോൾ കെ ആയി മാറി. നൗ വി ഹാവ് ദ വാല്യൂ ഓഫ് കെ, ആർബിട്രറി കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ കിട്ടി, മൈനസ് എൽ ബൈ ആർ ലോഗരിതം ഓഫ് വി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ കെയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 in 1, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. അപ്പോൾ നമുക്ക് മൈനസ് എൽ ബൈ ആർ നാച്ചുറൽ ലോഗരിതം ഓഫ് വി മൈനസ് ഐ ആർ is equal to t plus k ക്ക് നമുക്ക് എന്ത് എഴുതാം, മൈനസ്
എൽ ബൈ ആർ ലോഗരിതം ഓഫ് വി. ഈ മൈനസ് എൽ ബൈ ആറിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ദെൻ മൈനസ് എൽ ബൈ ആർ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ലോഗരിതം ഓഫ് വി മൈനസ് ഐ ആർ മൈനസ് ലോഗരിതം ഓഫ് വി ഈക്വൽ ടു ടി എന്ന് കിട്ടി. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? എക്സ് ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു ഇ റൈസ് ടു വൈ ബൈ എക്സ് നേടി. എക്സ് അപ്പുറത്തോട്ട് പോകും, വൈ ബൈ എക്സ് ആവും. ദെൻ ലോഗ് മാറ്റുമ്പോൾ എ ബൈ ബി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ ബൈ എക്സ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് തന്നെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലോഗരിതം ഓഫ് വി മൈനസ് ആർ ഐ മൈനസ് വി, ഓക്കെ, ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് എൽ ബൈ ആർ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് എഴുതും. ദെൻ ലോഗരിതം ഒഴിവാക്കുമ്പോൾ നമുക്ക് വി മൈനസ് ആർ ഐ, ഇവിടെ ലോഗരിതം ഉണ്ട്. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബൈ മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ എ ബൈ ബി എന്ന് എഴുതാം. വി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ടി. ഓക്കെ, വിച്ച് ഗീവ്സ് ദെൻ നമുക്ക് വി അങ്ങോട്ട് പോവും. അപ്പോൾ വി മൈനസ് ആർ ഐ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. ഓർ ഐ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. അതിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഫസ്റ്റ് ടൈമിന്, ദെൻ വി മൈനസ് ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കറണ്ടിൻ്റെ എക്സ്പ്രഷനായി, കറണ്ട് എന്ന് പറയുന്നത് റെസ്പോൺസാണ്. ഓക്കെ, വി മൈനസ് ആർ ബൈ മൈനസ് വി മൈനസ് ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ എൽ ബൈ ടി. ഈ എൽ ബൈ ആറിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ടൈം കോൺസ്റ്റൻറ്റ്. എൽ ബൈ ആർ ഈസ് കോൾഡ് ടൈം കോൺസ്റ്റൻറ്റ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു വി മൈനസ് ആർ മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി എന്ന് എഴുതാം. മൈനസ് ആർ ബൈ എല്ലിനെ ടി എന്ന് എഴുതാം. ഓർ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഐ. ദെൻ നമ്മൾ ഐയുടെ എക്സ്പ്രഷനിൽ വി ഹാവ് സ്റ്റഡി ദിസ് 2 ടൈംസ്. ഫസ്റ്റ് ടൈം, ഈ ഫസ്റ്റ് ടൈമിനെ പറയുന്ന പേരാണ് നമ്മുടെ എന്താണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ഓക്കെ, അല്ല സോറി, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. വി ബൈ ആറിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈം വി ബൈ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി, അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് ആർ എൽ ബൈ ടി. അതിന് പറയുന്ന പേരാണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ഈ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിന് പറയുന്ന വേറെ പേരുകളൊക്കെയാണ് ഫോഴ്സ്ഡ് റെസ്പോൺസ്, അല്ലെങ്കിൽ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്നൊക്കെ പറയും. ട്രാൻസിയൻറ്റ് റെസ്പോൺസിന് നമ്മൾ പറയും നാച്ചുറൽ റെസ്പോൺസ് ഓർ സീറോ ഇൻപുട്ട് റെസ്പോൺസ്. ഓക്കെ, ദെൻ ടൈം കോൺസ്റ്റൻറ്റ് ടി ബൈ ആർ. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി. ഓർ നമുക്ക് വി ബൈ ആർ മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഇതിനെ നമുക്ക് റെസ്പോൺസ്, കറണ്ട് റെസ്പോൺസ് ഓഫ് സീരീസ് ആർ എൽ സി നെറ്റ്വർക്ക് വേവ് ഫോം വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ റെസ്പോൺസ് കർവ്. ഐ ഓഫ് ടിയും ടി എല്ലാം എക്സ് ആക്സിസ്. ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ്, ഈ ഡോട്ടർ ലൈനിൽ. അതാണ് വി ബൈ ആർ. ഓക്കെ, ദെൻ ആക്ച്വൽ റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. ഈ ടി കൂടുന്തോറായിരിക്കും അവിടെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമ്മൾ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ദിസ് വൺ വിൽ ബി ഐ ഓഫ് ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഐ ഓഫ് ടീൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു
1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി. ഇപ്പോൾ ആർ ടോ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ എന്ന് പറഞ്ഞാൽ എൽ ബൈ ആർ. അപ്പോൾ നമുക്ക് വെൻ ടി ഈസ് ഈക്വൽ ടു 1t, സ്മോൾ ടി ഈസ് ഈക്വൽ ടു 1t, ഐ ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ വി ബൈ ആർ മൈനസ് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക. അപ്പോൾ വി ബൈ ആർ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം 0.632 വി ബൈ ആർ കൊടുക്കും. അതേമാതിരി ടി ഈസ് ഈക്വൽ ടു ഒരു 5t ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ ഓഫ് 5t ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 5, ദാറ്റ് ഈസ് അറൗണ്ട് 0.993 വി ബൈ ആർ. ഓക്കെ, അതായത് കറണ്ട് ആക്ച്വൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. അതിൻ്റെ 0.993 വരെ എത്തി. അപ്പോൾ നമ്മുടെ ടൈം പീരീഡ് ടി 5t ആയപ്പോൾ ഇങ്ങോട്ട് പോകുന്തോ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്തോറും, അപ്പോൾ ആഫ്റ്റർ 5 ടൈം കോൺസ്റ്റൻറ്റ് the current reaches എവിടെ എത്തി 99.33% ഓഫ് ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. ഓക്കെ, ദെൻ ഇതാണ് കറണ്ട്. ഇനി നമുക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടർ നോക്കാം. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ നമുക്കറിയാം, റെസിസ്റ്റർ വി ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഐക്ക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി അല്ലേ? ഐയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ആർ എൽ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ ക്യാൻസലായി പോകും. വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ആർ എൽ ഇൻറ്റു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ വി ആർ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ആർ എൽ ബൈ ടി എന്ന് എഴുതാം. സിമിലർലി വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വി എൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എൽ ഇൻറ്റു നമ്മുടെ ഐനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ വി ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഡി വി ബൈ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v by r into d by dt of 1 minus e raised to minus r by l into t. Okay, നമുക്ക് l into v by r into e raised 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, e raised to minus r l into t into നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആർ എൽ മൈനസ് ആർ ബൈ എൽ. ഓക്കെ, അവിടെ മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർ ക്യാൻസലാവും, എൽ ക്യാൻസലാവും. നമുക്ക് കിട്ടുക വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ വി എൽ. വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ഇൻറ്റു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 എന്നും കൂടെ എഴുതണം. ദെൻ നമുക്ക് കറണ്ട് വരയ്ക്കാം. വോൾട്ടേജ് റെസ്പോൺസ് വി ക്യാൻ ഡ്രോ. This axis time and this axis voltage. This is the total voltage V. Then VR എന്ന് പറയുന്നത് സെയിം ആസ് IR, ആ പാറ്റേൺ തന്നെ വരും. VR, then VL just opposite. VL, this is the voltage response. So series RL സർക്യൂട്ട്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വോൾട്ടേജ് റെസ്പോൺസ് ആൻഡ് കറണ്ട് റെസ്പോൺസ് ഓഫ് RC ആൻഡ് RLC സീരീസ് സർക്യൂട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.